ഇങ്ങനത്തെ ഐറ്റംസിനോട് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇനി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് കാണുമ്പോൾ കണ്ടിരുന്നു പോകും. അതുപോലെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഏതെങ്കിലും വീഡിയോസ് സേവും ചെയ്ത് വെക്കും. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട്. അതുപോലെ എനിക്കിവിടെ സേവ് ചെയ്യണ മെയിൻ ഒരാൾ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഇക്കാക വർക്കിന് പോയ ടൈമിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ആളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യും. ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വീഡിയോ ഏതെങ്കിലും ഡിഷ് കണ്ടു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് തോന്നിയെങ്കിൽ അതെനിക്ക് ഫോർവേഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ആൾ ലീവിന് വരുന്ന ടൈമിൽ നമ്മൾ അവർ ഡിഷ് ഐറ്റംസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ നടക്കും, ഇടയ്ക്ക് നടക്കാറുമില്ല. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യും. അങ്ങനെ ഈ ഒരു പ്രാവശ്യം ഇക്കാവ് വന്ന ടൈമിൽ എന്നോട് പറഞ്ഞാണ്, ഏതായാലും നല്ല മഴയാണ്, ഈ മഴയത്ത് ഒരു സൂപ്പ് കുടിക്കാം, നമുക്കിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കാണിച്ചു തന്നു. എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ആൾ തന്നെ എനിക്ക് ഡയറക്റ്റ് കാണിച്ചു തന്നു. അങ്ങനെ ഞാനെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേങ്കിൽ എൻ്റെ ഒരു മെമ്മറിയിൽ എന്ന് പറയുന്നത് സൂപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇങ്ങനെ തിക്നെസ് കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു മെമ്മറിയിൽ കേട്ടോ. ഇക്ക പറഞ്ഞു ഇങ്ങനെയല്ല, നമുക്ക് കുറച്ചുകൂടി തിക്നെസ് കൂട്ടിയിട്ട് ചെയ്യാം, അതിനായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ ചിക്കനെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഒന്നുകൂടി സ്മാഷ് ചെയ്തൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയെല്ലാം സെറ്റാക്കി എടുത്തു കേട്ടോ. ഞാൻ ആൾക്ക് കൊണ്ടു കൊടുത്തു, ടേസ്റ്റ് എല്ലാം നോക്കി, പെർഫെക്റ്റ് ആണ്, ഇഷ്ടപ്പെട്ടു, എല്ലാം ഓക്കെ. ഫസ്റ്റത്തെ സിപ്പ് ഓക്കെ, രണ്ടാമത്തെ സിപ്പ് ആൾ വായിൽ വെച്ചപ്പോൾ ആദ്യം തന്നെ കിട്ടിയത് ഏലക്കായാണ്. നമ്മൾ ചിക്കൻ സ്മാഷ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ചിക്കൻ്റെ ഇടയിൽ വെച്ച് ഈ ഒരു ഏലക്കായ കടിച്ചു പോയി. അതിനുശേഷം ആൾക്കത് കുടിക്കാനുള്ള എല്ലാ ഇൻട്രസ്റ്റും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഡിഷസ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് ഏലക്കായ, ഗ്രാമ്പൂ, പട്ട എന്നിവ കേട്ടോ. ഇതൊക്കെ വിരോധികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. കഴിയുന്നതും ഇത് ഞാൻ പൊടിച്ചിടാനായിട്ടാണ് ശ്രദ്ധിക്കാറുള്ളത്. ഇന്ന് എന്തോ അങ്ങനെ ഡയറക്റ്റ് തന്നെ ഇട്ടുപോയി, അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു.